സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേറ്റഡ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് നെഗോസിയേഷനാണ്. പല കാര്യങ്ങൾ കൊണ്ട് ഒരു ക്ലയൻറ്റ് നെഗോസിയേഷനിലേക്ക് വരാം. പ്രൈസ് കൂടിയതിൻ്റെ പേരിൽ വരാം, വാറണ്ടി, പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷൻ, ടേംസ്, ക്രെഡിറ്റ് പീരീഡ്, ഇങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. വ്യത്യസ്തമായിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് നെഗോസിയേഷൻ്റെ രീതികളിൽ മാറ്റം വരാം. ഒരു നെഗോസിയേഷനിൽ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആകാം? നെഗോസിയേഷൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. നെഗോസിയേഷനിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് അതൊരു ഭയങ്കര സ്ട്രാറ്റജി അല്ല, സിമ്പിളായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സംഗതികളാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷനാണ്. ഒരു സെയിൽസ്മാൻ ഒരു മീറ്റിങ്ങിന് പോകണം, ഒരു നെഗോസിയേഷൻ മീറ്റിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു സെയിൽസ് ക്ലോസിംഗ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും? അവിടെ ചെന്നിട്ട് നിങ്ങളൊരു പ്രൈസ് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ആലോചിക്കുക ഏത് വരെ പോകാം, ഏതാണ് നിങ്ങളുടെ മാക്സിമം ഓഫർ, ഏതാണ് നിങ്ങളുടെ ഒപ്റ്റിമം ഓഫർ. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യണം, നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ സെയിൽസ് പ്രോസസ്സിൽ ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ആണെങ്കിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സർ വാട്ട് ഈസ് നമ്മുടെ ഓഫറിംഗ് പ്രൈസ് എത്രയാണ്, മാക്സിമം പ്രൈസ് എത്രയാണ്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് പീരീഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് എത്ര വരെ പോകാം, ഏത് രീതിയിൽ, ടെക്നിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വാറണ്ടി എക്സ്റ്റൻഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണം. അതായത് എല്ലാത്തിൻ്റെയും ഒരു ബൗണ്ടറി ലെവൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ അവിടെ നിന്ന് സംസാരിക്കുകയും നെഗോസിയേഷൻ ഭയങ്കരമായിട്ട് പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കംഫർട്ടബിൾ ഫീൽ ആവില്ല, നെഗോസിയേഷൻ്റെ ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ വാല്യൂ നോട്ട് പ്രൈസ്. ഈ പല സെയിൽസ്മാൻമാരും നെഗോസിയേഷനിൽ പ്രൈസാണ് കൺസേൺ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. ആക്ച്വലി നെഗോസിയേഷനിലേക്ക് ഒരു ക്ലയൻറ്റ് പോകുന്നത് മിക്കവാറും കേസിനകത്ത്, ഞാനിപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സെയിൽസിൽ വർക്ക് ചെയ്യുകയും സെയിൽസ് ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ സെയിൽസ് പ്രോസസ്സിൽ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ജോബിൽ ഇൻവോൾവ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ മിക്ക സെയിൽസ് പീപ്പിളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവരെ പ്രൈസ് കുറക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഇത്ര പ്രൈസ് വരാൻ കാരണം ഇതാണ്, ഇത്ര പ്രൈസ് ഇതാണ്, ഇതിനെല്ലായിടത്തും അവിടെ പ്രൈസ് ഉണ്ട്, ഈ പ്രൈസ് ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് പ്രൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രൈസിലാണ് കസ്റ്റമർ കൺസേൺഡ് എങ്കിൽ പോലും, പ്രൈസ് കുറക്കണമെന്നാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾ പ്രൈസിനെ കുറിച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ പ്രൈസ് കൂടുതലാണെന്നോ നിങ്ങളുടെ പ്രൈസ് കുറവാണെന്നോ പറയരുത്. പ്രൈസ് കുറവാണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് സർ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സാറിൻ്റെ ബിസിനസ്സിൽ വരാൻ പോകുന്നത് ചേഞ്ച് ഇതാണ്, സാറിൻ്റെ ഇപ്പോൾ ഉള്ള ബിസിനസ്സിൻ്റെ 10 ഇരട്ടി ഗ്രോത്തിലേക്ക് പോകുമ്പോൾ ഇന്ന ബെനിഫിറ്റാണ് വരാൻ പോകുന്നത്, ഇന്ന ഡെവലപ്മെൻറ്റാണ് വരാൻ പോകുന്നത്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വാല്യൂ അഡീഷൻസ് അതാണ്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് അയാളുടെ ബിസിനസ് ലൈഫിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാല്യൂ ഷിഫ്റ്റ് എന്താണോ അതിനെ നമ്മൾ പിന്നെയും 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 അയാളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ബോറടിപ്പിച്ച് പറയാന്നുള്ളതല്ല, ഓരോ വാല്യൂവിനെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് അയാളുടെ പേഴ്സണൽ ലൈഫിലോ ബിസിനസ് ലൈഫിലോ ഉണ്ടാകാൻ പോകുന്ന വാല്യൂ അഡീഷനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ആ വാല്യൂവിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ കുറച്ച് കൂടുതൽ പ്രൈസ് കൊടുത്താലും കുഴപ്പമില്ലല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും, സ്വാഭാവികമായിട്ടും വരും. കാരണം വാല്യൂ അത്രയും കൂടുമ്പോൾ കുറച്ച് പ്രൈസ് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള ഫീൽ മെൻ്റലി വരും. അപ്പോൾ നിങ്ങൾ നെഗോസിയേഷനിൽ ഒരിക്കലും നിങ്ങൾ പ്രൈസ് കൺസേണിൽ പിടിച്ച് തൂങ്ങുന്നതിന് പകരം വാല്യൂവിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നെഗോസിയേഷനാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ നെഗോസിയേഷനിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയും തന്നെയാണ്, അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെക്കണം. അതൊരു ക്രെഡിറ്റ് പീരീഡ് ആയിരിക്കും, ഓഫർ ആയിരിക്കും, അത് മറ്റൊരാൾക്ക് കൊടുക്കാത്ത, മറ്റൊരു കോമ്പറ്റീറ്റർ കൊടുക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അയാൾക്ക് കൊടുക്കുന്നത് നിർബന്ധമാണ്. കാരണം അയാൾക്ക് ഫീൽ ചെയ്യണം ഈ നെഗോസിയേഷൻ കൊണ്ട് ഞാൻ വിജയിച്ചു. അൾട്ടിമേറ്റ്ലി നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ വിജയിപ്പിക്കാനോ നിങ്ങളെ വിജയിപ്പിക്കാനോ അല്ല, രണ്ടുപേരും വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും വിൻ ചെയ്യുന്നിടത്ത് മാത്രമേ അവിടെ ഡീലുള്ളൂ. നമുക്ക് അടുത്ത പോയിന്റ് ഇത് പറയുന്നുണ്ടെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് അയാൾക്കൊരു ഫീൽ വേണം, നെഗോസിയേഷൻ ചെയ്ത് നന്നായി, എനിക്കിത് കിട്ടി. അതായത് അയാൾക്ക് ഈ സെയിൽ കൊണ്ട് ലാഭമുണ്ടായി എന്നൊരു ഫീല് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ അയാൾക്ക് കൊടുക്കണം. മനസ്സിലായല്ലോ? അയാൾക്ക് ഈ സെയിൽ നെഗോസിയേഷൻ കഴിയുമ്പോൾ വാവ് എനിക്കത് കിട്ടി, അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുക. ബിക്കോസ് ഫോക്കസ് ഓൺ ഗിവിങ് സംതിങ്. അതാണ് നമ്പർ 3. നമ്പർ 4, വിൻ വിൻ നോ ഡീൽ. എല്ലാ നെഗോസിയേഷനും വിജയിക്കാനുള്ളതല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പല സെയിൽസ്മാൻമാരും അവസാനം നെഗോഷിയേറ്റ് ചെയ്ത് എന്തെങ്കിലും നടക്കട്ടെ, ഏതായാലും ഇത്രയും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നഷ്ടത്തിന് കച്ചവടം ഉറപ്പിക്കും. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഈ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വലിയ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മളുടെ എഫേർട്ട്, നമ്മുടെ അധ്വാനം, നമ്മുടെ ടീം, നമ്മുടെ മറ്റുള്ള അഡീഷണൽ കോസ്റ്റുകൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് പ്ലസ് മാർജിൻ, ആ മാർജിനും കൂടെ കിട്ടുന്ന ഡീലിംഗ് അല്ലാതെ ഒരു ഡീലിങ്ങിലും നിങ്ങൾ നിൽക്കരുത്.
നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു സെയിൽ എന്ന് പറയുന്നത് വിൻ വിന്നാണ്. കസ്റ്റമറും വിജയിക്കണം, കസ്റ്റമർക്ക് വിജയിച്ച ഫീൽ വേണം, വിൽക്കുന്നവനും വിജയിച്ച ഫീൽ വേണം. കസ്റ്റമർ നമ്മൾക്കിട്ട് പണി തന്നു എന്ന് കസ്റ്റമർക്കും ഫീൽ ചെയ്യാൻ പാടില്ല, നമ്മൾ കസ്റ്റമർക്കും പണി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു വിൻ വിൻ കണ്ടീഷനിൽ മാത്രമേ നിങ്ങൾ ഡീൽ ഉറപ്പിക്കാൻ പാടുള്ളൂ. നിങ്ങൾ പരാജയപ്പെടും, കസ്റ്റമർ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് സർ ഞങ്ങൾ വളരെ എത്തിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ടേംസിൽ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്കത് വലിയ നഷ്ടം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വി കനോട്ട് അഗ്രി വിത്ത് ദാറ്റ്, റിയലി സോറി എന്ന് പറഞ്ഞ് വളരെ പ്ലീസിങ് ആയിട്ട് സാറിൻ്റെ എപ്പോഴെങ്കിലും തോട്ട് പ്രോസസ്സോ മറ്റൊക്കെ മാറുവാണെങ്കിൽ ഞങ്ങളെ തന്നെ വിളിക്കും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എനിക്ക് ഇപ്പോഴും സാറിനോട് സ്നേഹമുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്കിത് ലോസാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റണം. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്നത് ഒരു ക്ലോസിംഗ് ടെക്നിക്കായിട്ട് മാറും. ഓക്കെ വരൂ, അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് വാല്യുബിൾ പ്രോഡക്റ്റ് ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒറ്റ വിഡ്രോവൽ സിഗ്നൽ നിങ്ങളുടെ ക്ലോസിംഗിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വിൻ വിൻ ഓർ നോട്ട്. ഇനി അഞ്ചാമത്തെ കാര്യം ഡയറക്റ്റ് നെഗോസിയേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാൽ പോലും നെഗോസിയേഷനും കുറച്ചൊക്കെ ഇൻവോൾവ് ആണ്, ബാക്കിയുള്ള സാധനം പുറത്താണ്. അതിൻ്റെ പേരാണ് മാർക്കറ്റിംഗ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ എത്രത്തോളം പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ട് സ്ട്രാറ്റജിക്കലി മാർക്കറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നെഗോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കസ്റ്റമർ നെഗോസിയേഷൻ വില്ലിങ് ആവില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ഒരിക്കലും അയാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യില്ല, നെഗോസിയേഷൻ നിൽക്കില്ല. ബിക്കോസ് മാർക്കറ്റിങ്ങിൽ ആ ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചത് ഹൈ കോസ്റ്റ് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓക്കെയാണ്, ഇത് റീസണബിൾ പ്രൈസ് ആണെന്നുള്ളൊരു ഫീൽ അയാളുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് നന്നായി ചെയ്യുകയും അതിലൂടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നെഗോസിയേഷൻ കുറയും. പിന്നെ നിങ്ങൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്തും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് പൊസിഷൻ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ആസ്പെക്ട്സ് എന്താണെന്ന് കസ്റ്റമർ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസുകൾ, പ്രസൻറ്റേഷൻ, സർട്ടിഫിക്കറ്റ്സ്, കസ്റ്റമർ ഫീഡ്ബാക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യുന്നു അത്രത്തോളം നെഗോസിയേഷൻ ഈസിയാവും. സോ നമ്മൾ പറഞ്ഞത് 5 കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെയും അതുപോലെ തന്നെ ഈ അക്കൗണ്ടിലൂടെയൊക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഞ്ചാലി അക്കാഡമി ഒരു മിഷൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 2030 ഡിസംബർ 31 ആകുമ്പോഴേക്കും 1000 എത്തിക്കലായിട്ടുള്ള $1 ബില്യൺ ബിസിനസ്സുകാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു പറ്റം ബിസിനസ്സുകാരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എന്ന രീതിയിലാണ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ട ഗൈഡ് ലൈനുകൾ, അവർക്ക് വേണ്ട കോച്ചിങ്, അവർക്ക് വേണ്ട മെൻറ്ററിങ്, അവർക്ക് വേണ്ടിയുള്ള മൈൻഡ് സെറ്റ്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആളുകൾ തമ്മിൽ പരസ്പര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് വൈബ്രേഷൻ, ഒരു സിനർജി, അതിൻ്റെ കൂടെ അവരുടെ തമ്മിൽ ബിസിനസ്സുകൾ നടക്കാൻ ആവശ്യമായ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ എക്സ്പെർട്ടൈസ്, പിന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് പരിചയപ്പെടുത്തുക, ഇൻ്റർനാഷണൽ വിസിറ്റുകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ, ബിസിനസ് ഗ്യാതറിങ്ങുകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 5 വർഷത്തെ കാലാവധിയിലുള്ള ഒരു ബിസിനസ്സുകാരുടെ ഒരു ക്ലബ്ബാണ് നമ്മളിവിടെ രൂപം കൊടുക്കുന്നത്. $1 ബില്യൺ മാസ്റ്റർ മൈൻഡ് ക്ലബ്ബ് എന്ന് പറയുന്ന പേരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എത്തിക്കലായ ബിസിനസ് ചെയ്യണം, അതിലൂടെ ഒരു $1 ബില്യൺ ബിസിനസ് അടുത്ത 5 വർഷം കൊണ്ട് ബിൽഡ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി ഒരേ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പറ്റം എത്തിക്കൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണിത്. സോ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെങ്കിൽ ഇതിന് ഫീസൊന്നുമല്ല, 5 വർഷത്തേക്കുള്ളൊരു മെമ്പർഷിപ്പ് ഫീസാണ് ഇതിനകത്ത് ഈടാക്കുന്നത്. നല്ല കോഴ്സ് ഫീസൊന്നും ഇതിനകത്തില്ല. അങ്ങനെ വളരെ തുച്ഛമായുള്ളൊരു മെമ്പർഷിപ്പ് ഫീയോടുകൂടി 5 വർഷം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ദിസ് ഈസ് മീ കസാക് ബെൻജാലി.